അമ്മേ നാരായണ ദേവി നാരായണ. നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഒരു നാടിനു മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും നൽകി കാലാകാലങ്ങളായി നിലകൊള്ളുന്ന ക്ഷേത്രം. തലമുറകൾ കൈമാറിയെത്തിയ വിശ്വാസങ്ങളും കഥകളും കൊണ്ട് സമ്പന്നമാണ് മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂരിലെ ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം. പ്രകൃതിയുടെ നടുവിൽ ദേവീദേവന്മാർ പരിലസിക്കുന്ന അതീവ സുന്ദരമായ ഈ ഭൂമിയിലെ ക്ഷേത്രത്തിന് പഴക്കമേറെയുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും വള്ളിപ്പടർപ്പുകളും ക്ഷേത്രത്തിന് ഭംഗി കൂട്ടുന്നു. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ കാവ് എന്ന പദം കേട്ടറിവേ ഉണ്ടാകൂ. നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തിയാൽ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാം. മരങ്ങൾക്കും വള്ളിപ്പടർപ്പുകൾക്കും ഇടയിലൂടെയാണ് ഓരോരോ ക്ഷേത്രങ്ങളിലേക്കും നടക്കുന്നത്. പക്ഷികളുടെ കളകൂജനവും വലിയ ക്ഷേത്രക്കുളവും മരങ്ങളും വള്ളിപ്പടർപ്പുകളും കണ്ണിനും കാതിനും കൗതുകമുണർത്തുന്നതോടൊപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജിയും ലഭിക്കുന്നു. ഗർഭകാലത്തിൻ്റെ 7-ാം മാസത്തിൻ്റെ അവസാനത്തോടെ സ്ത്രീകൾ ഇവിടെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കുവാൻ വരുന്ന ചടങ്ങുണ്ട്. ഈറ്റില്ലത്തമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ചടങ്ങ്. ചുവപ്പും കറുപ്പും നടയിൽ വയ്ക്കുക, നിറമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ ദേവിയുടെ അനുഗ്രഹം നേടുന്നതിനും സുഖപ്രസവത്തിനുമായി നടത്താറുണ്ട്. ഈ ക്ഷേത്രഭൂമിയിൽ 18 ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളാണുള്ളത്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് മച്ചിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ അദ്ദേഹം വാതരോഗം പിടിപെട്ട് ഗുരുവായൂർക്ക് നാരായണീയ രചനയ്ക്ക് പോകുന്നതിനു മുന്നോടിയായി ചന്ദനക്കാവിൽ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവിൽ അമ്മയുള്ളത്. ഭഗവതി വാഴുന്ന അതേ പീഠത്തിൽ ശിവശക്തിയായ യവനീശനും വാഴുന്നു എന്നാണ് വിശ്വാസം. അമ്മേ നാരായണ ദേവി നാരായണ.